ഫ്രണ്ട്സ് അപ്പം നമ്മൾ ആദ്യത്തെ മീനെ പിടിക്കാൻ പോയാണ്. നമ്മൾ ബിഗറിനാണ് പിടിക്കാൻ നോക്കുന്നത്. ഫ്രണ്ട്സ് അപ്പം മീനെ കിട്ടുന്നുണ്ടല്ലേ, മീനെ കാണിച്ചു തരാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് 2 ബിഗറിന് കിട്ടുന്നുണ്ടല്ലേ, നമുക്ക് രണ്ടിനും നമുക്ക് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ സോജൻസ് വേൾഡ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ കിണറ്റിൽ മീനെ പിടിക്കാൻ പോകാനല്ലേ, നമ്മുടെ ബാക്കിയാണ് കിണറ്റിൽ നമ്മൾ വലയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം മീനെ പിടിക്കാൻ പോവുകയാണ്. അത്യാവശ്യം ബിഗർ അപ്പുണ്ട് നമുക്ക്. അപ്പോൾ അമാരെ പിടിച്ചാണ് വീട്ടിലേക്ക് കൊണ്ടുപോകണം. അതുപോലെ നമ്മൾ ബൗൾ എടുത്തിട്ടുണ്ടല്ലേ, ബൗളിനകത്തോട്ട് പിടിച്ച് വരണം. ഓക്കെ എന്നാലും നമ്മൾ പറഞ്ഞു കിട്ടുന്നില്ല, എന്നാലും മീനെ പിടിച്ച് തുടങ്ങാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ നമ്മുടെ വല നമ്മൾ ഒരു കമ്പിനകത്ത് കെട്ടിയെടുത്തിട്ടുണ്ടല്ലേ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ നമ്മൾ ആഴത്തിലോട്ട് നമുക്ക് മീനെ പിടിക്കാൻ പറ്റും, അതിന് സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. എന്നാൽ നമുക്ക് മീനെ പിടിച്ച് തുടങ്ങാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ആദ്യത്തെ മീനെ പിടിക്കാൻ പോയാണ്. ആദ്യം നമ്മൾ ബിഗറിനാണ് പിടിക്കാൻ നോക്കുന്നത്. ഫ്രണ്ട്സ്, അപ്പം മീനെ കിട്ടുന്നുണ്ടല്ലേ, മീനെ കാണിച്ചു തരാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് 2 ബിഗറിന് കിട്ടിയിട്ടുണ്ടല്ലേ, നമുക്ക് രണ്ടിനെ നമുക്ക് ബൗളിലോട്ട് ഇടാം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇതുമാരാണ് ആദ്യം കിട്ടുകയാണല്ലേ. ഇതേ നമ്മൾ രണ്ടാമന്മാർക്കാണ് നമ്മൾ ആദ്യം കിട്ടി, കണ്ടില്ലേ. അപ്പോൾ നമുക്കിനി ബാക്കിയുള്ളവരാണ് പിടിച്ചെടുക്കണം എന്തേ, കണ്ടില്ലേ. അപ്പോൾ 2 പേര് നല്ലോണം ടാങ്ക് കിടപ്പുണ്ട്. ഇനി ബാക്കിയുള്ളവരാണ് നമുക്ക് കിണറ്റിൽ പിടിച്ചെടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ മീനുകളൊക്കെ നമ്മളെ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ വീഡിയോ കാണിക്കുന്നില്ല, കാരണം വീഡിയോ ഒരു അരമണിക്കൂറുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ നമ്മൾ ഷോർട്ടാക്കിയാണ് വീഡിയോ ചെയ്യുന്നത്. ഓക്കെ എന്തായാലും നമ്മൾ ഫൈനലി നമ്മൾ മീനുകളെല്ലാം നമ്മൾ പിടിച്ചെടുത്തിട്ട് റിസൾട്ട് കാണിച്ചു തരാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ കിണറ്റിൽ ഒരുപാട് നമ്മളെ ഗപ്പികളൊക്കെ പിടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു കിണറ്റിൽ നമ്മൾ അത്യാവശ്യം ഗപ്പികളൊക്കെ പിടിച്ച് നമ്മുടെ ബൗളോട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഓക്കെ അതുപോലെ തന്നെ നമുക്ക് ഇപ്പം പിടിച്ചപ്പോൾ തന്നെ വെള്ളമൊക്കെ ആണെങ്കിൽ തന്നെ ഒരുപാട് മീൻ വെള്ളത്തിന് അടിയിലേക്ക് പോയിരിക്കുകയാണ്. വലിയ ഗപ്പിയും കിടപ്പുണ്ട്, അവരെല്ലാം വെള്ളത്തിന് അടിയിൽ പോയി നിൽക്കുകയാണ്, മുകളിലോട്ട് വരുന്നില്ല അവരൊന്നും. അതുകൊണ്ട് കുറച്ച് നേരം ശാന്തമാവട്ടെ, അപ്പോഴത്തേക്ക് നമുക്ക് ബാക്കി പിടിക്കാം. ഇപ്പം ഞാൻ പിടിച്ചവരൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ കാണുന്നതാണ് നമ്മൾ ഇപ്പോൾ പിടിച്ച ഗപ്പീസാണല്ലേ. അത്യാവശ്യം ഗപ്പീസ് നമ്മൾ കിണറ്റിൽ പിടിച്ചിട്ടുണ്ടല്ലേ. ഇത് ബൗൾ നിറച്ച് ഗപ്പീസാണ് കണ്ടല്ലേ. അപ്പോൾ ഇത്രത്തോളം ഗപ്പീസിനാണ് നമ്മൾ ആദ്യത്തെ ഘട്ടത്തിൽ പിടിച്ചെടുത്തിരിക്കുന്നത്. ഇതിലും കൂടുതൽ ഗപ്പീസ് ഉണ്ടായിരുന്നു. നമ്മൾ ഇതിനു മുമ്പ് നമ്മളൊരു ടബ് പിടിച്ചിട്ട് നമ്മൾ മീൻ വളർത്താനായിട്ട് നമ്മൾ പിടിച്ചായിരുന്നു. അങ്ങനെ കുറേ മീൻ ചത്ത് പോയായിരുന്നു. അപ്പം അതിനുശേഷം നമ്മൾ പിടിച്ച ബാച്ചിലെ മീനുകളാണല്ലേ. അപ്പോൾ ഇത്ര മീനുകൾ നമുക്ക് ഇപ്പം കിട്ടി. ഇനിയും നമ്മളെ കിണറ്റി കിടപ്പുണ്ട്. ഒരു വലിയ 2 ഫീമെയിൽസ് കിടപ്പുണ്ട്, അവർ വെള്ളത്തിനടിയിലാണ്. ഇപ്പം തന്നെ മീനുകൾ മുകളിൽ വന്നിട്ടുണ്ട്. ആ സൈഡിലായിട്ട് ഗപ്പീസ് ഒന്ന് നിൽപ്പുണ്ട്, വലുതാകുമ്പോൾ നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് അവന്മാരെ പിടിച്ചെടുക്കണം. അതുപോലെ അവിടെ മീനുകളൊന്നും നിൽപ്പുണ്ട്. ബാക്കിയുള്ളവരൊക്കെ നമുക്ക് പിടിച്ചെടുക്കണം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ സത്യം നമുക്ക് ഇതിലും കൂടുതൽ ഗപ്പീസിനെ കിട്ടേണ്ടതായിരുന്നു. നമ്മൾ ഇതിനു മുമ്പ് ഒരു ബാച്ച് ഗപ്പീസിനെ നമ്മൾ പിടിച്ച് തീർത്തായിരുന്നു. അതിനുശേഷം ബാക്കി കിടന്ന കുറച്ച് മീനാണ് ഇപ്പോൾ ഇത്രയാണ് പെറ്റ് വരിക. ഇതാണല്ലേ. എന്തായാലും നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകണം. എന്തേക്കാണല്ലേ, പിള്ളേരെ നമുക്ക് നേരെ വീട്ടിലേക്ക് കുപ്പിക്കതായി കൊണ്ടുപോകണം. എന്നിട്ട് നമ്മളെ വീട്ടിലെ മിക്സ്ഡ് ഗപ്പി ടാങ്കിലേക്ക് നിറയ്ക്കണം. അതിനുശേഷം നമുക്ക് അതിനകത്തൊരു മിക്സ്ഡ് ടാങ്ക് ഫുള്ളായിട്ട് സെറ്റ് ചെയ്തെടുക്കണം. ഓക്കെ എന്തായാലും ഇനിയും പിള്ളേർ കിടപ്പുണ്ട്. എല്ലാവരും കിണറ്റിൻ്റെ അടിയിൽ പോയി നിൽക്കുകയാണ്. നമ്മൾ പേടിച്ചിട്ട് എല്ലാവരും കിണറ്റിൻ്റെ അടിയിലേക്ക് പോയി, ആരും തന്നെ മുകളിലേക്ക് വരുന്നില്ല. ഇനി നമുക്ക് മെയിനായിട്ട് വേണ്ട 2 ഫീമെയിൽ കിടപ്പുണ്ട്. അവർ 2 പേരാണ് ഇത്രയും കുഞ്ഞുങ്ങൾ ഇതിനകത്ത് പ്രൊഡക്ഷൻ ചെയ്യുന്നത്. അപ്പോൾ ആ 2 എണ്ണത്തിന് നമുക്ക് പിടിച്ചെടുക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മിക്സ്ഡ് ഗപ്പി ടാങ്കിൽ അത്യാവശ്യം കുഞ്ഞുങ്ങൾ ഇറങ്ങും. അപ്പോൾ അവർ 2 പേരും ടാങ്കിൻ്റെ അടിയിലാണ്. എന്തായാലും നമുക്ക് പിടിച്ചെടുക്കണം. ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കിണറിലും മീനുകളും, കണ്ടില്ലേ. അപ്പോൾ എന്തായാലും നമ്മളിനി ബാക്കി കാണിക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഞാൻ പറഞ്ഞ ഗപ്പിച്ചിൽ ഒരാളെ നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലേ. ഇതാണ് ഞാൻ പറഞ്ഞ ഒരാൾ ഇതേ കിണറ്റിൻ്റെ അടിയിൽ നിന്ന് ഇപ്പോൾ നമുക്ക് നൈസായിട്ട് പിടിച്ചെടുക്കാം. ഓക്കെ എന്നാലും ഇവളെ നമുക്ക് നമ്മുടെ ടാങ്കിലേക്ക് മാറ്റാം. അപ്പോൾ ഇവിടെ നമ്മൾ ടാങ്കിലേക്ക് ഇടുന്നുണ്ട്. അത്യാവശ്യം വലിയ ഗപ്പിയാണ്, അത് കണ്ടില്ലേ. അപ്പോൾ ഇനി ഒരുത്തിക്കുന്നുണ്ട്, അവളെ കൂടെ പിടിച്ചെടുക്കണം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കിണറ്റിൽ മീനുകളെല്ലാം നമ്മുടെ വീട്ടിലെ ടാങ്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്ടിലെ ഗപ്പി ടാങ്ക്. അപ്പോൾ വീട്ടിലെ ഗപ്പി ടാങ്കിലാണ് നമ്മൾ ഇട്ടേക്കുന്നത്. ഗപ്പീസ് മൊത്തം നമ്മൾ കിണറ്റിൽ നിന്ന് പിടിച്ചതാണ്. അപ്പോൾ അവരാണ് ഈ ബ്രീഡായി കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് കിടക്കുന്നത്. അപ്പോൾ ഫ്ലാറ്റൊക്കെ നമ്മൾ വേറെ അക്വറ ഷോപ്പിൽ നിന്ന് വേറെ വാങ്ങിയതാണ് അല്ലേ. പിന്നീട് നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റില്ലായിരുന്നു. അന്ന് പിന്നെ നമ്മൾ നേരെ വീട്ടിൽ വന്നാലും രാത്രിയായിരുന്നു. അതുകൊണ്ടാണ് വേറെ വീഡിയോസ് ചെയ്യാൻ പറ്റാഞ്ഞല്ലേ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെ ഗപ്പീസൊക്കെ അത്യാവശ്യം ആയി വരുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു ടൈമിൽ അത്യാവശ്യം ഗപ്പീസ് കിടപ്പുണ്ട്. അപ്പോൾ അവരൊക്കെ സെയിലായി വരുന്നുണ്ട്. അപ്പോൾ സെയിലിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ നമ്മൾ ചാനൽ അറിയുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ട വീട്ടിലേക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവർക്കും ബൈ. അതുപോലെ ഫ്രണ്ട്സ്, നമ്മുടെ ചാനൽ ഫിഷിംഗ് വീഡിയോസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇഷ്ടമുള്ളവരാണ് ഫ്രണ്ട്സിലൊക്കെ ഷെയർ ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ അപ്പോൾ എല്ലാവർക്കും ബൈ സുഹൃത്തുക്കളെ, വീഡിയോ ലൈക്ക് ചെയ്യുക. ഓക്കെ.